ഫസ്റ്റ് പ്രൊഡക്ഷൻ 1000 പീസാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. 75% ഡെഡ് സ്റ്റോക്ക് ആയിട്ട് മാറുക ചെയ്തു. പൈസ പോയോ? 100% പൈസ പോയി എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് പ്രൊഡക്ഷൻ ചെയ്യാൻ ഞങ്ങളുടെ കയ്യിലൊന്നും ഇല്ല. അപ്പോൾ മറ്റേ ഇൻവെസ്റ്റ് ചെയ്ത 10 ലക്ഷം, ആ 10 ലക്ഷം കഴിഞ്ഞു. ഇത് എക്സാം ടൈമിലൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ബുക്ക് എടുത്തിട്ട് വീണ്ടും ബോംബനാളിലേക്ക് ഓടുന്നതാണ്. അവിടെ പോയിട്ട് ഫ്യൂസിങ് മെഷീൻ്റെ ഒക്കെ അടുത്തുള്ള ചെയറിലൊക്കെ ഇരുന്നിട്ടാണ് അവിടെ ഇരുന്ന് പഠിക്കണം. കാരണം എന്താ വെച്ചാൽ അന്ന് ഞങ്ങൾ ചെറിയ ക്വാണ്ടിറ്റി ഞങ്ങളെ കയ്യിലുള്ളൂ. അപ്പോൾ വലിയ ക്വാണ്ടിറ്റി ഉള്ളവർക്കാണ് അവിടെ പ്രിഫറൻസ് കൊടുക്കുക. പിന്നീട് ആ ബ്രാൻഡ് വളർന്നോ, വിജയിച്ചോ, എന്തായിരുന്നു? വിജയിച്ചു പറഞ്ഞാൽ നല്ല രീതിയിൽ വിജയിച്ചു. ചെറിയ രീതിയിലല്ല, നല്ല രീതിയിൽ വിജയിച്ചു. അതിൽ ആ ഒരു പീരീഡിൽ തന്നെ നമുക്ക് നമ്മളെ ബ്രാൻഡ് പെട്ടെന്ന് ക്ലിക്ക് ആവാനുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് അതിലൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു നെക്സ്റ്റ് ഇയർ ആകുമ്പോഴേക്കിന് ഒരു 100 CR ചെയ്യണം. വെരി ഗുഡ്, വളർന്നു കഴിഞ്ഞു അത്. അവിടെയാണ് അടുത്ത ചോദ്യം. നമ്മൾ മിഡിൽ ഈസ്റ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന പല മലയാളിയും കണ്ടിട്ടുണ്ട്. എത്യോപ്യ, അതെങ്ങനെ അവിടെ എത്തി? ആർക്കെങ്കിലും ഒരു ക്ലോത്ത് ബ്രാൻഡുമായി മാർക്കറ്റിലേക്ക് ഇറങ്ങണമെങ്കിൽ അസ്ലത്തിനെ കോൺടാക്ട് ചെയ്താൽ മതി. തീർച്ചയായും അത് വിദേശത്തിരിക്കുന്നവരായിരിക്കാം, നാട്ടിലായിരിക്കാം, എവിടെ ആയിരിക്കാം, എവിടെ ആയിരുന്നാലും നമ്മൾ ചെയ്തു കൊടുക്കും. അത് പഠിപ്പിച്ചും കൊടുക്കും എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. തീർച്ചയായും റൈറ്റ് ഫ്രം പ്രൊഡക്ഷൻ ടു മാർക്കറ്റിംഗ് ഉള്ള കാര്യം കംപ്ലീറ്റ്ലി. നിങ്ങളൊരു സംരംഭകനോ സംരംഭം തുടങ്ങാനിരിക്കുന്ന വ്യക്തിയാണോ എങ്കിൽ ഈ കഥ നിങ്ങളൊന്ന് കാണണം, കേൾക്കണം. നമുക്കൊക്കെ ഒരു സ്വപ്നതുല്യമായൊരു തുടക്കം, പഠനത്തിനോടൊപ്പം തന്നെ ഒരു ബിസിനസ് തുടങ്ങുക. അതിലാദ്യം തന്നെ തിരിച്ചടികളുണ്ടെങ്കിലും പിന്നീട് എക്സ്പോർട്ട് രംഗത്തേക്കൊക്കെ കാൽവെച്ച ഒരു ചെറുപ്പക്കാരൻ, അത് നിരവധി രാജ്യങ്ങളിലേക്ക് ഇന്ന് വിജയക്കൊടി നാട്ടി നിൽക്കുന്ന അസ്ലം എന്ന യുവാവാണ് എന്നോടൊപ്പം ഈ ഹോട്ട് സീറ്റിലിരിക്കുന്നത്. ഹായ്, ഞാൻ ഷമീം റഫീഖ്, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കുള്ള ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം. അസ്ലം, സ്വാഗതം സ്പാർക്കിലേക്ക്. താങ്ക് യു. അസ്ലത്തിൻ്റെ നാട് എവിടെയാണ്? എൻ്റെ നാട് മലപ്പുറം ഡിസ്ട്രിക്ട് മഞ്ചേരി പുൽപ്പറ്റയാണ് എൻ്റെ സ്വദേശം. പഠിച്ചതൊക്കെ എവിടെയാണ്? ഹയർ സെക്കൻഡറി നാട്ടിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് UG കംപ്ലീറ്റ് ചെയ്ത് കോയമ്പത്തൂർ വെച്ചിട്ടാണ്. MBA ഫിനിഷ് ചെയ്ത് ബാംഗ്ലൂർ വെച്ചിട്ടാണ്, ടി ജോൺ കോളേജ് ബാംഗ്ലൂർ. പാരൻസ് എന്തെങ്കിലും ബിസിനസ് ആയിരുന്നു? ഉപ്പൊരു ബിസിനസ്സുകാരനായിരുന്നു. അദ്ദേഹം കച്ചവടമായിരുന്നു? എന്താണ്? ഗ്രോസറി ഹോൾസെയിൽ ഷോപ്പ് റൺ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ കച്ചവടമൊക്കെ തലക്കി പിടിക്കുന്നത് ഉപ്പാടെടുത്താണോ? തീർച്ചയായിട്ടും. എന്തായിരുന്നു ആദ്യത്തെ അനുഭവങ്ങൾ? ഞാനൊരു 8th സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുമ്പോൾ ഈ വെക്കേഷൻ പീരീഡ് സാറ്റർഡേ സൺഡേസിലൊക്കെ ഉപ്പ എന്നെ കൂട്ടിയിട്ട് പോകാറുണ്ടായിരുന്നു ഷോപ്പിൽ. അപ്പോൾ ആ ഒരു പീരീഡിൽ നോർമലി ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഉപ്പാൻ്റെ കൂടെ തന്നെ അവിടെ ക്യാബിനിൽ ഇരിക്കുക, ക്യാഷൊക്കെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിലാണ് പോകുന്നത്. ബട്ട് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഉപ്പ എൻ്റെ നേരെ സ്റ്റോക്ക് ഫില്ല് ചെയ്യുന്ന പ്രോസസ്സ് ഉണ്ട്. അവിടെ നമ്മളെ ഗോഡൗണിൽ നിന്നൊക്കെ സ്റ്റോക്ക് എടുത്തിട്ട് നേരെ അവിടെ റാക്കിലൊക്കെ ഫില്ല് ചെയ്യാം. അതാണ് എൻ്റെ സ്റ്റാർട്ടിങ്. അപ്പോൾ എനിക്കത് ഫസ്റ്റ് എന്തിനാണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അവിടെ ആ ഒരു സെക്ഷൻ തൊട്ട് ക്ലീനിങ് സെക്ഷൻ മുതൽ എല്ലാ സെക്ഷനും കഴിഞ്ഞ് ഏകദേശം 2 years കഴിഞ്ഞിട്ടാണ് ഉപ്പാൻ്റെ ആ സൈഡിലുള്ള സീറ്റിൽ വന്നിട്ട് ഇരിക്കാൻ പറ്റി. എനിക്ക് ആ പീരീഡിൽ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ പറ്റി എന്തൊക്കെയാണ് പ്രോസസ്സ് ഉള്ളത്. സംരംഭം തലക്കി പിടിക്കുന്നത്? തീർച്ചയായിട്ടും അവിടെ നിന്നാണ് എനിക്ക് സ്പാർക്ക് ഉണ്ടായത്. വെരി ഗുഡ്. അപ്പോൾ അവിടെ നിന്ന് സ്പാർക്ക് അടിച്ചു. എവിടെയാണൊരു തുടക്കം കുറിക്കാൻ സാധിച്ചത്? ഞാൻ എൻ്റെ UG കംപ്ലീറ്റ് ചെയ്ത കോയമ്പത്തൂരായിരുന്നു. അതേപോലെ PG ബാംഗ്ലൂരായിരുന്നു. അപ്പോൾ ഈ PG ബാംഗ്ലൂർ ജോയിൻ ചെയ്യുന്ന ടൈമിൽ എനിക്ക് ലിവിങ് കോസ്റ്റ് കമ്പാരിറ്റീവ്ലി ഭയങ്കര കൂടുതലായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ നമ്മൾ ചെല്ലുന്ന ടൈമിൽ തന്നെ അത് മനസ്സിലായി. ഉപ്പ എനിക്ക് നോർമൽ ക്യാഷ് അയച്ചു തരുന്നുണ്ട്. അത് നമ്മൾ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അയക്കുന്ന ഒരു എമൗണ്ട് ഉപ്പ അയക്കുന്നുണ്ട്. പക്ഷേ എനിക്കിത് ഫസ്റ്റ് വീക്കിൽ തന്നെ മനസ്സിലായി. കാരണം കോയമ്പത്തൂർ ഒരു അന്ന് ബസ് ഫെയർ വരുന്നത് എനിക്ക് തോന്നുന്നു 2 rupees വരുന്നുണ്ടായിരുന്നുള്ളൂ. നമുക്കിപ്പോൾ അവിടെ നിന്ന് തന്നെ ഒരു 10-20 കിലോമീറ്റർ ട്രാവൽ ചെയ്യണമെങ്കിൽ തന്നെ 2 rupees വരുന്നുണ്ടായിരുന്നുള്ളൂ. അതേപോലെ ഫ്രണ്ട് റോലൊക്കെ തിയേറ്ററിൽ ഒരു ഫിലിം കാണണമെങ്കിൽ ഫ്രണ്ട് റോലാണെന്നുണ്ടെങ്കിൽ 10 rupees. അത്രയും കോസ്റ്റ് കുറവായിരുന്നു അവിടെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ബാംഗ്ലൂർ വരുമ്പോൾ തിരിച്ചായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിലാണ് എന്തെങ്കിലും ഒരു പാർഷ്യൽ ഇൻകം ജനറേറ്റ് ചെയ്യുക എന്നുള്ളൊരു തോട്ട് മൈൻഡിൽ വന്നു. പാസീവ് ഇൻകം വേണം. കാരണം തീർച്ചയായിട്ടും ഇപ്പോൾ അയക്കുന്ന ഒരു എമൗണ്ട് വെച്ചിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ ഞാൻ ഫസ്റ്റ് ചിന്തിച്ചെന്നാൽ ഉപ്പാൻ്റെ ഷോപ്പിലേക്ക് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഇവിടെ നിന്ന് വാങ്ങിയിട്ട് കൊടുക്കാൻ പറ്റും. കാരണം എനിക്ക് ആൾറെഡി ഇപ്പോൾ അതിൽ കുറച്ചൊരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നാണ് ഫസ്റ്റ് ചിന്തിച്ച്. പിന്നീടാണ് പിന്നെ നമുക്ക് നാട്ടിലൊക്കെ ഉള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. ബാംഗ്ലൂർ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഗാർമെൻറ്റ്സ് നാട്ടിലേക്കൊക്കെ വരുന്നത് അവിടെ നിന്നാണ് എന്നുള്ളത്. അങ്ങനെയാണ് ആ തോട്ടിലേക്ക് പോയത്. അങ്ങനെ അവിടെ ചിക്പേർഡ് എന്ന് പറഞ്ഞിട്ടൊരു മാർക്കറ്റ് ഉണ്ട് ബാംഗ്ലൂരുള്ള, എല്ലാവർക്കും അറിയുന്ന ഒരു മാർക്കറ്റാണ്. ഞാനൊരു ഫീസിബിലിറ്റി സ്റ്റഡി നടത്താമെന്ന് വെച്ചിട്ട് അവിടെ പോവുക ചെയ്തത് ഫസ്റ്റ്. അവിടെ എനിക്ക് കുറച്ചൊരു കോൺടാക്റ്റുകളൊക്കെ അവിടെ എത്തുമ്പോൾ കിട്ടിയൊരു കോൺടാക്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു.
ലാൽ ബിൽഡിങ്ങിൻ്റെ അടുത്ത് കുറച്ച് ഷോപ്പുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആരും എനിക്ക് പറഞ്ഞു തന്നെ. അങ്ങനെ അവിടെ പോയിട്ട് മാർക്കറ്റ് സ്റ്റഡി നടത്തി. അപ്പോൾ അവിടെ ഓരോ ഷോപ്പിൽ ചെല്ലുമ്പോഴാണ് എനിക്ക് കറക്റ്റ് ഓരോ കാര്യങ്ങൾ കിട്ടിയത്. സൈസ് എന്താണ്, ഷർട്ട് ഇതേപോലെ റേഷ്യോ, ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അവിടെ നിന്ന് ഷർട്ടിനെ കുറിച്ചൊരു ഐഡിയകളൊക്കെ കിട്ടി. ഞാൻ നേരെ തിരിച്ചു വന്നിട്ട് പിന്നെ എൻ്റെ ഒരു സീനിയർ ഉണ്ട്, അപ്പോൾ എൻ്റെ ഒരു റിലേറ്റീവ് തന്നെയാണ്. അപ്പോൾ അവരായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അവൻ്റെ ഒരു ഫ്രണ്ട് നിലവിൽ ഇതേപോലെ ഒരു ബ്രാൻഡ് ചെയ്തിട്ട് അവിടെ നിന്ന് ഇപ്പോൾ റിസൈൻ ചെയ്തിട്ട് ഇരിക്കുന്ന ഒരു സമയമായിരുന്നു അത്. അവൻ മാർക്കറ്റിങ്ങിലായിരുന്നു. അപ്പോൾ അവനെ ഞങ്ങൾ ഈ ടൈമിൽ കോൺടാക്ട് ചെയ്തു. ഒരു ബേക്കറിയിൽ വെച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ അവിടെ നിന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അവനാണ് ശരിക്കും ഞങ്ങൾക്കൊരു ബ്രാൻഡിൻ്റെ പിന്നെ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്താലുള്ള ബെനിഫിറ്റും നമ്മളെ ബിസിനസ് അത് ശരിക്കും പാർഷ്യൽ അല്ലെങ്കിൽ പിന്നെ നമ്മൾ പാർഷ്യൽ ഇൻകം അല്ലാതെ ലൈഫ് ടൈം അതിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഐഡിയ ശരിക്കും തരുന്ന ഫസ്റ്റ് പോയിൻ്റ് അവിടെ നിന്നാണ്. അവിടെ നിന്ന് അത് കിട്ടി വീണ്ടും പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, അതിൻ്റെ കാര്യങ്ങളൊക്കെ റിസർച്ച് ചെയ്തു. അതൊരു ബ്രാൻഡ് നെയിം ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലെത്തി. ബ്രാൻഡ് നെയിം ക്രിയേറ്റ് ചെയ്തു. എന്തായിരുന്നു പേര്? സിമോക്ക എന്നുള്ള പേരായിരുന്നു ഞങ്ങൾ ഫസ്റ്റ് ബ്രാൻഡ്. ഇപ്പോൾ ഞങ്ങളെ ബ്രാൻഡ് അതേപോലെ തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, കീപ്പ് ചെയ്യുന്നുണ്ട്. ബ്രാൻഡ് കിട്ടി, എന്നിട്ട് എന്താ ചെയ്തത്? ബ്രാൻഡ് കിട്ടി, ബ്രാൻഡ് നെയിം കണ്ടു. പിന്നെ ഇതിലേക്ക് എങ്ങനെ ക്യാപിറ്റൽ റേസ് ചെയ്യുക, അതേപോലെ ക്യാപിറ്റൽ ഏകദേശം എത്ര വേണ്ടി വരും എന്നുള്ളൊരു ബഡ്ജറ്റ് ഫിക്സ് ചെയ്തു. ഞങ്ങളൊരു 10 lakh ഞാനും പാർട്ണറും കൂടി പിന്നെ ഒരു ഏകദേശം ഒരു എമൗണ്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇത് നാട്ടിൽ കൊണ്ടുവന്ന് വെക്കാനാണോ? അല്ല, ഞങ്ങൾ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ അവിടെ നിന്ന് തന്നെ പിന്നെ പ്രൊഡക്ഷൻ ചെയ്തിട്ട് നമ്മളൊരു ബ്രാൻഡിൽ കുറച്ച് പ്രൊഡക്റ്റ് ചെയ്തിട്ട് നാട്ടിൽ കൊണ്ടുപോയിട്ട് ബ്രാൻഡ് ചെയ്തിട്ട് തന്നെ നാട്ടിൽ സെയിൽ ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഒരു സ്ഥലം, ഓഫീസോ എന്തെങ്കിലും വേണം. അപ്പോൾ അതും ഇതേപോലെ ഈ നാസറിനായിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അവനിങ്ങനെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് മാവൂർ റോട്ടിൽ ഒരു മാള് വരുന്നുണ്ട്, ഗാർമെൻറ്റ്സ് ഹോൾസെയിൽ. അത് ഫ്യൂച്ചറിൽ എന്തായാലും ഇപ്പം അതായി വരുന്നേ ഉള്ളൂ. ഫ്യൂച്ചറിൽ എന്തായാലും അതൊരു ഹോൾസെയിൽ മാർക്കറ്റായിട്ട് മാറും. ഇപ്പോൾ അത് ആക്ച്വലി സൗത്ത് ഇന്ത്യയിൽ നല്ലൊരു മാർക്കറ്റാണത് സ്പേസ് മാൾ എന്ന് പറയുന്നത് ഗാർമെൻറ്റ്സിൽ. അപ്പോൾ എന്തായാലും ഫ്യൂച്ചറിൽ മാറും എന്നാവും പറഞ്ഞ്. അപ്പോൾ പിന്നെ കൂടുതൽ ആ ഒരു പ്രായം 18 വയസ്സ് എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നേരെ പോയിട്ട് കൂടുതലൊന്നും ചിന്തിച്ചില്ല, നേരെ നാട്ടിലേക്ക് ബസ് കയറി. ആദ്യം ഞങ്ങൾ കോഴിക്കോടേക്ക് ടിക്കറ്റ് എടുത്ത്, എന്നിട്ട് ആ മാളിനെ കുറിച്ച് അന്വേഷിച്ചു. പിന്നെ അവിടെ നിന്ന് നേരെ മഞ്ചേരി പോയി നാട്ടിലെത്തി ഉമ്മാൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്തു ബിസിനസ് കാര്യങ്ങളൊക്കെ. ഉപ്പാൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ള, കാരണം ഉപ്പാൻ്റെ ഒരു തോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠനം കഴിഞ്ഞിട്ട് ഉപ്പാൻ്റെ കൂടെ അങ്ങോട്ടുള്ള ഒരു റൂട്ടായിരുന്നു ഉപ്പ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉമ്മാൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. പക്ഷെ ഉമ്മ എന്ന് പറയുന്നത് ഭയങ്കര സപ്പോർട്ടാണ് എനിക്ക് പണ്ട് മുതലേ. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഉമ്മാൻ്റെ അടുത്ത് തന്നെയാണ് ഞാൻ ഡിസ്കസ് ചെയ്യൽ. ഉമ്മ അന്ന് എനിക്ക് നിലവിൽ ഇട്ടുകൊണ്ടിരുന്ന കുറച്ച് ഗോൾഡുകളൊക്കെ എടുത്ത് തന്നിട്ട് ഞാൻ കാര്യം ഉമ്മാക്കിനോട് ഞാൻ സ്ട്രോങ് ആയിട്ട് തന്നെ പറഞ്ഞു എനിക്കത് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള ലെവലിലാണ് ഞാൻ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചത്. അപ്പോൾ എനിക്കപ്പോൾ നിലവിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ഗോൾഡ് വെച്ചിട്ട് ഒരു 50,000 ഞാൻ കൊണ്ട് സെയിൽ ചെയ്തു. മഞ്ചേരി പോയിട്ട് സെയിൽ ചെയ്തു. എൻ്റെ ഒരു ഫ്രണ്ടിനെയും കൂട്ടി നേരെ കോഴിക്കോട് പോയി സ്പേസ് മാളിന് ഫസ്റ്റ് എൻ്റെ 50,000 കോൺട്രിബ്യൂട്ട് ചെയ്ത എമൗണ്ട് കൊടുത്തു. പാർട്ണർ അതേപോലെ വന്ന് അവനും 50,000 കൊടുത്ത് 1 lakh ഞങ്ങൾ കൊടുത്തു. ഇനീഷ്യൽ എമൗണ്ട് 1 lakh കൊടുക്കേണ്ടിയിരുന്നത് ഡെപ്പോസിറ്റായിട്ട്. ഒരു 50,000 കൂടി അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൊടുത്താൽ മതിയായിരുന്നു. അപ്പോൾ ആ ഒരു എമൗണ്ട് അവിടെ വെച്ചിട്ട് കൊടുത്ത് 18ാമത്തെ വയസ്സിൽ. പിന്നീട് അങ്ങോട്ട് നമ്മളൊരു ഫസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രോസസ്സായിരുന്നു. ഫസ്റ്റ് പ്രൊഡക്ഷൻ. അപ്പോൾ ഈ സാധനം മെറ്റീരിയൽ വാങ്ങാൻ പൈസ വേണ്ടേ? തീർച്ചയായിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഞാൻ വീട്ടിൽ വന്ന് അന്ന് നൈറ്റിലാണ് പിന്നെ ഉപ്പാനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഉപ്പാനോട് എന്തായാലും ഒരു ഓപ്ഷൻ എന്തെങ്കിലും, അത് വൈകുന്നേരം വരെ ഞാൻ അതാ ചിന്തിച്ചത് ഉപ്പാൻ്റെ അടുത്ത് എങ്ങനെ ഇത്. അപ്പോൾ കൂടുതലൊന്നും ഞാൻ ആലോചിച്ചില്ല. ഫസ്റ്റ് എൻ്റെ മൈൻഡിൽ അഡ്വാൻസ് കൊടുക്കുക, ആ പറഞ്ഞ റൂം ബ്ലോക്ക് ചെയ്തിടുക, സ്പേസ് മാളിലൊരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്യുക, അതാണ് ഫസ്റ്റ് മൈൻഡിലുണ്ടായിരുന്നത്. അത് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അന്ന് അങ്ങനെ ചിന്തിക്കാനുള്ളൊരു ബുദ്ധി ഇത് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ക്യാപിറ്റൽ ഇത്ര ഇതിനൊക്കെ വേണം, പ്രൊഡക്ഷൻ ചെയ്യണമെങ്കിൽ എമൗണ്ട് വേണം, അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നേരെ പോയി ഉപ്പാനായിട്ട് നൈറ്റിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഉമ്മാനെ വിട്ട് ഉമ്മ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത്യാവശ്യം ഉമ്മാക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടി, ഗോൾഡ് കൊടുത്തില്ലേ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചെന്ന് ഞാൻ പറഞ്ഞ് എനിക്ക് എന്തായാലും 5 lakh എനിക്കിതിൽ മിനിമം ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ഇപ്പോൾ വേണം. അതിലൊരു 4.5 ലക്ഷത്തിൻ്റെ ഇപ്പം എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ ബാക്കിയുള്ള കാര്യം, അല്ലെങ്കിൽ ഈ 50,000 പോവും എന്നുള്ള ലെവലിലാണ് ഞാൻ പ്രസൻറ്റ് ചെയ്യണത്. അത് അന്ന് എനിക്ക് തോന്നിയൊരു ബുദ്ധി അതാണ്. 50,000 കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ആ എമൗണ്ട് പോവും എന്നുള്ള. പക്ഷെ ഉപ്പ് എന്തായാലും അതിലേക്ക് സമ്മതിക്കുന്നില്ല. അപ്പോൾ ഞാൻ ആ വെച്ചൊരു ഓപ്ഷൻ ഉപ്പാനടുത്ത് പറഞ്ഞു, എനിക്കിപ്പോൾ നിലവിൽ ഞാനിപ്പോൾ MBA ഫിനിഷ് ചെയ്യാനുള്ള ഒരു എമൗണ്ട് ഇപ്പോൾ തരാം. ഈ സ്റ്റഡി ലോണിൻ്റെ എമൗണ്ട് ഞാൻ എന്ത് ചെയ്തോളാം, ഞാൻ ഫ്യൂച്ചറിൽ ഞാൻ തന്നെ അടച്ചോളാം. എനിക്കൊരു സ്റ്റഡി ലോണായിട്ട് ഞാൻ MBA ആണോ UG ആണോ? MBA ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായത്.
അപ്പോൾ ഈ സ്റ്റഡി ലോണിൻ്റെ എമൗണ്ട് അതിലേക്ക് ഒരു ലാപ്ടോപ്പിൻ്റെ ലോണും കൂടി ഒക്കെ ആഡ് ചെയ്തിട്ടാണ് ഈ എമൗണ്ടിലേക്ക് എത്തിച്ചത് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ എമൗണ്ട് എടുത്ത് ക്യാപിറ്റൽ റേസ് ചെയ്തു. പിന്നെ ആ എമൗണ്ട് തന്ന് ഞങ്ങൾ ഫസ്റ്റ് പ്രൊഡക്ഷൻ അതിലേക്ക് എത്തി. ഓക്കെ. ഫസ്റ്റ് പ്രൊഡക്ഷൻ 1000 പീസാണ് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. 1000 ഷർട്ട്സാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഞങ്ങൾ ഓഫീസൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ടായിരുന്നു. ഈ 1000 പീസ് ഏകദേശം 75% ഡെഡ് സ്റ്റോക്കായിട്ട് മാറുക ചെയ്ത്. അതെന്ത് പറ്റി? അത് ഇപ്പോൾ നമ്മളൊരു ഇൻഹൗസിലൊരു ഫാബ്രിക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നൊരു പ്രോസസ്സുണ്ട്. അതിപ്പോൾ ഒരു ടച്ച് ആൻഡ് ഫീൽ തന്നെ ഇപ്പം എനിക്കത് മനസ്സിലാവും ഏത് വാഷാണ് ചെയ്യേണ്ടത്. ഈ വാഷിംഗ് അറിയുന്നത് വലിയൊരു പ്രോസസ്സാണ് ഷർട്ട്സിൽ. നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു 75% വാഷ്ഡ് ഷർട്ട്സാണ്. അത് വാഷ് എന്ന് പറഞ്ഞാൽ കെമിക്കൽ യൂസ് ചെയ്തിട്ടാണ് വാഷ് ചെയ്യുക. ഒരു ടൈപ്പ് ഓഫ് വാഷ് ഉണ്ട്. സോഫ്റ്റ്നർ, സിലിക്കോൺ സോഫ്റ്റ്നർ, എൻസൈം, ബയോ വാഷ്, അങ്ങനെ ഒരുപാട് വാഷ് ഉണ്ട്. അപ്പോൾ ഈ വാഷുകളൊക്കെ ശരിക്ക് പിന്നെ അത് ടച്ച് ആൻഡ് ഫീലിൽ ഇപ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ആ ഒരു ടൈമിൽ നമുക്ക് അതിനെക്കുറിച്ച് വലിയൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇത് വാഷിങ്ങിൽ ഈ 1000 പീസ് സിങ്കേജ് ആയിട്ടുണ്ടായിരുന്നു. അഥവാ ഒരു ഇപ്പോൾ നോർമൽ ഒരു എം സൈസ് യൂസ് ചെയ്യുന്ന ആൾക്ക് ഞങ്ങളെ ആ പ്രൊഡക്റ്റിൽ എക്സൽ വേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി. ചെറിയ ഷർട്ടുകളാണ്, ചെറിയ ഷർട്ടായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ പക്ഷെ അത് ഞങ്ങളല്ല ശരിക്കും ഞങ്ങൾ ഇതേപോലെ അവിടെ നിന്ന് പരിചയപ്പെട്ട 2 പേരാണ് ചെയ്തത്. അവർ നമ്മളെ പറ്റിക്കണം എന്നുള്ള ഉദ്ദേശത്തിലല്ല, അവരും ഇത് ഫസ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യായിരുന്നു. അവർക്കും അബദ്ധം പറ്റിയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പക്ഷെ അത് ശരിക്കും ഒരു ടേണിംഗ് പോയിൻ്റ് ആയിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ഷർട്ടും കൊണ്ട് ഞങ്ങൾ കണ്ണൂർ തൊട്ട് കണ്ണൂർ, കാസർഗോഡ്, അതുപോലെ തന്നെ ട്രിവാൻഡ്രം വരെയുള്ള മാർക്കറ്റിൽ ആ ഷർട്ടും കൊണ്ട് പോയി. അത് വിൽക്കാൻ പറ്റുമെന്ന് ശ്രമിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ശരിക്കും ഫസ്റ്റ് എക്സ്പെക്ട് ചെയ്തിരുന്ന കാസർഗോഡ് നിങ്ങളുടെ മലബാർ സൈഡ് മാത്രമായിട്ടുള്ള മാർക്കറ്റിംഗ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് വിൽക്കാൻ വേണ്ടിയിട്ടാണ് ഓൾ ഓവർ കേരള ഞങ്ങൾ എന്ത് ചെയ്ത് ഈ ഷർട്ടും കൊണ്ട്. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റി. കാരണം അപ്പോൾ അപ്കമിങ് ട്രെൻഡ് എന്താണ്, ഏതൊക്കെ സൈസിൽ എന്തൊക്കെയാണ് വരുത്തേണ്ടത്, മാറ്റങ്ങൾ വരുത്തേണ്ടത്, പാറ്റേൺ എന്തൊക്കെയാണ്. അന്ന് ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രാൻഡിലുള്ള ഒരു പാറ്റേൺ എടുത്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കേരള മാർക്കറ്റിലേക്ക് ഏത് ഫിറ്റിംഗ് ആണ്, ഏത് പാറ്റേണാണ് വേണ്ടത്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ആ ഒരു ടൈമിൽ തന്നെ ആ പീരീഡിൽ പഠിക്കാൻ പറ്റും. പൈസ പോയോ? 100% പൈസ പോയി എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് പ്രൊഡക്ഷൻ ചെയ്യാൻ ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല. അപ്പോൾ മറ്റേ ഇൻവെസ്റ്റ് ചെയ്ത 10 ലക്ഷം, ആ 10 ലക്ഷം കഴിഞ്ഞു. അതിൽ പിന്നെ വേറൊരു ഇതെന്താണെന്ന് വെച്ചാൽ ഈ ബ്രാൻഡ് കോൺസെപ്റ്റ് ആണ് ഞങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. അന്ന് മാവൂർ റോഡ് ഇറങ്ങി വരുമ്പോൾ തന്നെ ഉള്ളൊരു ഓഡിങ് ഉണ്ടായിരുന്നു. അതിനൊരു 1 lakh കൊടുത്ത്, റേഡിയോ FM-ൽ പിന്നെ അഡ്വർടൈസ്മെൻറ്റിന് എമൗണ്ട് കൊടുത്ത് എല്ലാം പിന്നെ അടുത്ത പ്രൊഡക്ഷൻ. അപ്പം ഞങ്ങളെ എക്സ്പെക്ടേഷൻ എന്താ, ഈ 1000 പീസ് വിൽക്കുന്ന എമൗണ്ട് വരുന്നത്, നേരെ ക്യാഷ് എടുത്തിട്ട് അടുത്ത പ്രൊഡക്ഷൻ ചെയ്യുന്നത്, ഈ ഒരു എക്സ്പെക്ടേഷനിലുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല പിന്നീട് അങ്ങോട്ട് സംഭവിക്കും. ഇത് പഠിക്കുന്ന സമയമാണ്. കാരണം എനിക്കെന്താ വെച്ചാൽ ഇത് ഉപ്പാക്ക് കൊടുത്തൊരു വാക്കുണ്ട്. ഞാൻ എന്തായാലും ഉപ്പ ഫസ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞത് അതാണ്, പഠിത്തത്തിന് അത് ബാധിക്കാൻ പാടില്ല. അപ്പോൾ ആ ഒരു വാക്ക് എനിക്ക് പാലിക്കും വേണം. അപ്പോൾ അതൊരു ഭയങ്കര. രണ്ടാമത് എന്ത് ചെയ്തു? പിന്നെ അങ്ങോട്ടൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊരു 1 year അത് ഭയങ്കരമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് വരുത്തി. എന്താ വെച്ചാൽ ഇപ്പോൾ ആൾറെഡി എനിക്ക് മാർക്കറ്റിൽ നിന്ന് കുറച്ച് കോണ്ടാക്ട്സ് ഉണ്ട്. പിന്നെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, ഇതിൽ വേറെ ഇഷ്യൂ കൂടി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ പ്രോഡക്റ്റിൽ തന്നെ ഞങ്ങൾ അന്ന് ചെയ്തിരുന്നത് ഈ 1000 പീസിൽ വെറും 8 സ്റ്റൈലേ ഉണ്ടായിരുന്നുള്ളൂ. 4 ചെക്സ്, 4 പ്ലെയിന്. നോർമൽ ഒരു ഹോൾസെയിലർ 1000 പീസിൽ ചെയ്യുമ്പോൾ 30 above സ്റ്റൈല് വരും മിനിമം. ഒരു 50 മീറ്റർ ക്ലോത്തിൽ ചെയ്യുകയാണെങ്കിൽ 30 above സ്റ്റൈൽ വരും. അപ്പോൾ ഞങ്ങൾക്ക് അതുകൊണ്ടും കൂടിയാണ് ഇത് ഇത്ര ഡെഡ് സ്റ്റോക്ക് വരാൻ കാരണം. അത് ചോദിച്ചോട്ടെ, അപ്പോൾ ഈ പ്രൊഡക്ഷനൊക്കെ എന്തൊക്കെ നടക്കുന്ന സമയത്ത് അസ്ലം ഇത് മോണിറ്റർ ചെയ്യുകയോ അവിടെ പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല? അല്ല, ഇത് ഞങ്ങൾ പറഞ്ഞല്ലോ ഫസ്റ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഞങ്ങൾ അവരെ ഏൽപ്പിച്ചതാണ്. കാരണം ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. പിന്നെ ഇപ്പം നമ്മൾ കൂടുതലുള്ള നാസറാണെങ്കിൽ അവൻ മാർക്കറ്റിംഗ് സൈഡിലായിരുന്നു ഉണ്ടായിരുന്നത്. അവന് ഈ ഓപ്പറേഷൻസിനെ കുറിച്ച് അറിയുണ്ടായിരുന്നില്ല. അപ്പോൾ ആ സംഭവത്തിൽ പിന്നെ അത് പിന്നീട് ഞങ്ങൾ എന്ത് ചെയ്തു, ഇതേപോലെ പോയിട്ട് പിന്നെ നെക്സ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പിന്നെ വീണ്ടും വർക്കിംഗ് കുറച്ച് ഉമ്മാൻ്റെ അടുത്ത് ഇതേപോലെ വീണ്ടും പൾസറൊക്കെ കഴിക്കേണ്ടി വന്നു. അത് റോൾഡ് ഗോൾഡ് ഇട്ട് കൊടുത്തു. അത് പിന്നെ ഉപ്പാനോട് കുറേ കാലം കഴിഞ്ഞിട്ടാണ് പറഞ്ഞത് കേട്ടോ. അത് പിന്നെ അപ്പോൾ പറയാൻ പറ്റിയൊരു ഇതിലല്ല ഉണ്ടായിരുന്നത്. പിന്നെ എൻ്റെ ബ്രദർ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ അമ്മാവൻ അങ്കിളൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട്. ഞാൻ എൻ്റെ സർക്കിളിലില്ല. എന്നാലും ഇത് വിട്ടില്ല. കാരണം എനിക്കത് കൊണ്ടുവന്നേ പറ്റൂ. കാരണം ഈ സ്റ്റഡി ലോൺ എൻ്റെ മുന്നിലുണ്ട്, ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മുന്നിലുണ്ട്. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ നമ്മളെ ഈ നാസർ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി അവൻ്റെ വൈഫിൻ്റെ ഗോൾഡൊക്കെ വെച്ചിട്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത്രയും അവനും ഒരുപാട് ഇതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. പിന്നീട് ഈ ഒരു പ്രൊഡക്ഷൻ്റെ ഈ ഫസ്റ്റത്തെ പ്രൊഡക്ഷനിൽ ഞങ്ങൾ ഫെയിലായ കേസിൽ തന്നെ അവന് ശരിക്കും നമ്മളെ കമ്പനി റിസൈൻ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്കും ആ പ്രൊഡക്ഷൻ നമ്മൾ എത്തിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ എന്താ വെച്ചാൽ അവന് വീട്ടിലാരും ഇല്ല, അവൻ തന്നെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ള. അവൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവന് സാലറി കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു ഞങ്ങൾക്ക്.
കാരണം അവന് റൺ ചെയ്യണമെങ്കിൽ ഇവിടുന്ന് സാലറി കിട്ടണം, പ്ലസ് അവൻ്റെ അടുത്ത് വാങ്ങിയ ക്യാഷ് തന്നെ കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ആയപ്പോൾ അവൻ റിസൈൻ ചെയ്തു. കാരണം അവന് വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല, നല്ല റിലേഷനിൽ തന്നെ ഇപ്പോഴും ഉള്ള. അങ്ങനെ അവർ റിസൈൻ ചെയ്ത്. അസ്ലം, അങ്ങനെ ആ മാർക്കറ്റിങ്ങിനൊക്കെ ഇറങ്ങുന്ന സമയത്താണ് താങ്കൾക്കൊരു അപകടം പറ്റുന്നത് അല്ലേ? എന്തായിരുന്നു അത്? ഈ നാസർ എന്ന് പറഞ്ഞ വ്യക്തി ഇപ്പോൾ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്തു. അവരായിരുന്നു മാർക്കറ്റിങ്ങിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അവരെ ഞാൻ പറഞ്ഞല്ലോ, അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൊണ്ട് വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. കാരണം അവരുടെ അടുത്ത് നിന്ന് വാങ്ങിയൊരു എമൗണ്ട് പോലും നമുക്ക് തിരിച്ച് കൊടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ അവൻ തന്നെയാണ് അവൻ്റെ ഫാമിലിയൊക്കെ റൺ ചെയ്യുന്നുള്ളത്. അപ്പോൾ ആ ഒരു പീരീഡിൽ തന്നെ എൻ്റെ പാർട്ട്ണർക്കും ഒരു സെം എക്സാമിൻ്റെ ടൈമായിരുന്നു. അപ്പോൾ ഞാൻ തന്നെ സീസൺ ടൈം ആകുമ്പോൾ ഞാൻ തന്നെ അവിടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നേരെ തിരിച്ച് ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് നോമ്പ് ടൈമാണത്, റംസാൻ ടൈമായിരുന്നു. ഒരു 10th നോമ്പിനൊക്കെയാണ് നമ്മളെ പ്രൊഡക്റ്റ് കൈ കിട്ടുന്നത്. ആൾറെഡി ലേറ്റ് ആയിട്ടുണ്ട് പ്രൊഡക്റ്റ് എത്തുമ്പോൾ സീസൺ ടൈമിൽ. അപ്പോൾ ഈ പ്രോഡക്റ്റ് ഡേ ടൈമിൽ ഉപ്പാൻ്റെ ഒരു കാർ എടുത്തിട്ട് പോലീസ് എടുത്തിട്ട് ഞാൻ ഇപ്പം ആ മലബാർ ഏരിയയിലൊക്കെ മാർക്കറ്റിംഗ് കഴിഞ്ഞ് വീട്ടിൽ വെച്ച് നോമ്പ് തുറന്നിട്ട് അവിടെ നിന്നുള്ള കുറച്ച് ഫ്രണ്ട്സിനെയും കൂട്ടി പോയി നേരെ, വേറെ സ്റ്റാഫൊന്നുമില്ല, ഒരു ലേഡി സ്റ്റാഫ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ റിസപ്ഷനിസ്റ്റായിട്ട്. അപ്പം ഞാൻ തന്നെ അവിടെ പോയിട്ട് നൈറ്റിൽ പാക്ക് ചെയ്ത് തിരിച്ച് വീട്ടിൽ വന്ന് ഈ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുക. കാരണം ഇതെന്തായാലും ഒരു മാക്സിമം നമ്മളെ മുന്നിൽ ഒരു 5 to 6 ഡേയ്സേ ഉള്ളൂ. ഈ ഒരു പീരീഡിൽ ഇതൊക്കെ ഡിസ്പാച്ച് ചെയ്ത് പോകണം. അങ്ങനെ ഞാൻ നൈറ്റിൽ എൻ്റെ നാട്ടിലുള്ള കുറച്ച് ഫ്രണ്ട്സിനെ എടുത്തിട്ടാണ് പോകുന്നത്, പാക്കിങ്ങിന് വേണ്ടിയിട്ട് പോകുന്നത്. പോയി പാക്ക് ചെയ്ത് അപ്പോഴത്തേന് ഏകദേശം ഒരു 3 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, പാക്കിങ്ങൊക്കെ കഴിഞ്ഞ്. അപ്പോൾ തിരിച്ച് അത്തായൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലെത്തും വേണം. അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്പീഡിൽ പോരുകയാണ്. അപ്പോൾ മാങ്കാവ് മിംസ് ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ വെച്ചിട്ട് ഒന്ന് ഉറങ്ങിപ്പോയി അറിയാതെ. കാരണം ഇത്രയും ഈ 2-3 ദിവസത്തെ കണ്ടിന്യൂ ആയിട്ടുള്ള ഒരേ പ്രോസസ്സ് ആയിരുന്നു നടന്നുകൊണ്ടുണ്ടായിരുന്നത്. നേരെ പോയിട്ട് ഒരു BSNLൻ്റെ പോസ്റ്റ് ഉണ്ടാവും, ടെലിഫോൺ എക്സ്ചേഞ്ച് പോസ്റ്റ്, നേരെ കൊണ്ടുപോയിട്ട് അതിനെ അടിച്ച്. പക്ഷേ ആ ഒരു പോസ്റ്റ് ഉള്ളതുകൊണ്ട് ഇപ്പം ഇന്ന് സാറിൻ്റെ മുന്നിൽ ഇവിടെ ഇരിക്കാൻ പറ്റുക, അല്ലെങ്കിൽ വണ്ടി കംപ്ലീറ്റ്ലി ടോട്ടൽ ഹൗസ് ആയി. ഒന്നും സംഭവിച്ചില്ല. അന്ന് ആ ഒരു ടൈമിൽ തന്നെ മിംസ് ഹോസ്പിറ്റലിൽ അന്ന് ഫോൺ വർക്ക് ചെയ്യില്ലായിരുന്നു, ലാൻഡ് ഫോൺ. പിന്നെ അവിടെ നിന്ന് ബോംബെയിൽ നിന്ന് ടെക്നീഷ്യനൊക്കെ വന്നിട്ടാണ് ആ പോസ്റ്റ് റെഡിയാക്കി. പിറ്റേന്ന് രാവിലെ ഉപ്പ വന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി ഇതിൻ്റെ കംപ്ലീറ്റ് എമൗണ്ട് സെറ്റിൽ ചെയ്തു. അവിടെ നിന്നുള്ള ടെക്നീഷ്യനെ കൊണ്ടുവരാനുള്ള എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ കൊടുത്ത് സെറ്റിൽ ചെയ്ത് അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ആ ഒരു ടൈം എന്ന് പറഞ്ഞാൽ ശരിക്കും ഞങ്ങൾ സ്ട്രഗ്ലിങ് പീരീഡായിരുന്നു. കാരണം ഞാൻ അവിടെ എൻ്റെ പാർട്ട്ണർക്ക് എക്സാമുള്ളൊരു ടൈമിലാണ് ശരിക്കും ഞങ്ങൾക്കൊരു 3rd കൺസൈൻമെൻ്റ് ഒക്കെ ആയപ്പോഴത്തേന് ഞങ്ങൾക്കൊരു സീസൺ, ഏകദേശം ഒരു സീസൺ എന്ന് പറയുന്നത് 2 പെരുന്നാളുകളാണ് ശരിക്കുള്ള സീസൺ വരുന്നത് ഗാർമെൻറ്റ്സിൽ. അപ്പോൾ ആ ഒരു ടൈമിൽ എന്ത് ചെയ്തു, ഞാൻ അവിടെ നിന്ന് പ്രൊഡക്റ്റ് അവിടെ പ്രൊഡക്ഷനിലും ഞാൻ നിൽക്കണം, ഇവിടെ മാർക്കറ്റിങ്ങിൽ ഞാൻ വരണം. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് പഠിക്കുവാണ്. ഇത് എക്സാം ടൈമിലൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. എക്സാം ടൈമിൽ ഇതേപോലെ ഈ സീസൺ ടൈം വരുന്ന സമയത്ത് ഇപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് നോർമലി എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് നേരെ കിടന്ന് ഉറങ്ങും. രാവിലെ ആകെ നമ്മൾ എക്സാം ടൈമിലാണ് ശരിക്കും ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് അന്ന് രാത്രി ഉറക്കം വെച്ചിട്ട് പഠിക്കുന്നൊരു സിസ്റ്റമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഓരോ ഒന്ന് ഉറങ്ങുമ്പോൾ ഞാൻ ബുക്ക് എടുത്തിട്ട് വീണ്ടും ബൊമ്മനള്ളിക്ക് ഓടുന്നതാണ്. അവിടെ പോയിട്ട് ഫ്യൂസിങ് മെഷീൻ്റെ ഒക്കെ അടുത്തുള്ള ചെയറിലൊക്കെ ഇരുന്നിട്ടാണ് അവിടെ ഇരുന്ന് പഠിക്കണം. കാരണം എന്താ വെച്ചാൽ അന്ന് ഞങ്ങൾ ചെറിയ ക്വാണ്ടിറ്റി ഞങ്ങളെ കയ്യിലുള്ളൂ. അപ്പോൾ വലിയ ക്വാണ്ടിറ്റി ഉള്ളവർക്കാണ് അവിടെ പ്രിഫറൻസ് കൊടുക്കുക. ഇൻ കേസ് ഞാൻ അവിടെ നിന്ന് മാറി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളെ പ്രൊഡക്ഷൻ ഇറങ്ങൂല, സീസണിൽ സാധനം കിട്ടൂല എന്നുള്ള തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഒരു ടൈമിൽ ഈ സീസൺ ടൈം ആകുമ്പോൾ അവിടെ ഓവർ ടൈം ഉണ്ടാവും, ഒരുവിധം ഫാക്ടറികളൊക്കെ നൈറ്റ് വരെ ഉണ്ടാവും. അപ്പോൾ അവിടെ ആ ഫാക്ടറി പൂട്ടുകൾ അവിടെ ഇരിക്കേണ്ട ഒരു അവസ്ഥയിലുണ്ടാവും. അങ്ങനെ അവിടെ ഇരുന്ന് ഈ എക്സാം ടൈമിൽ പിന്നെ ഞാൻ ബുക്ക് എടുത്തിട്ട് അവിടെ പോയിട്ട് ഇരുന്ന് പഠിച്ചിട്ട് അതേപോലെ തിരിച്ചു വരുമ്പോൾ ഇവർ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഉറങ്ങി പിന്നെ എണീറ്റ് അങ്ങനെയൊക്കെയാണ് എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നത്. അവസാനം ഈ പ്രൊഡക്ഷൻ കിട്ടിയോ? പ്രൊഡക്ഷൻ തീർച്ചയായിട്ടും അങ്ങനെ ഞാൻ വിചാരിച്ച ലെവലിൽ അത് ഞങ്ങൾക്ക് ആ ഒരു കാലയളവിൽ തന്നെ ഒരുപാട് കോണ്ടാക്ട്സുകൾ എനിക്ക് കിട്ടി. ഞാൻ എന്താ വെച്ചാൽ എന്തെങ്കിലും ഒരു ഹിൻഡ് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ബാക്കിൽ പോകും. അതേപോലെ ബോംബെയിലേക്ക് നേരെ ഉപ്പാരോട് വീട്ടിൽ പറയാതെ ബോംബെ കയറിയിട്ട് പോയിട്ടുണ്ട്. അവിടെ പോയിട്ട് കൽബാദേവി എന്നുള്ളൊരു ഹിൻഡ് മാത്രമേ എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അവിടെ പോയിട്ട് പക്ഷേ ഞാൻ ചെന്ന് ഇത് ക്ലോത്തിൻ്റെ മാർക്കറ്റാണെന്നറിയാം, പക്ഷെ അവിടെ എത്തി. പിന്നെ അവിടെ നിന്ന് കിട്ടിയ ഓരോരോ കോണ്ടാക്ട്സുകൾ, അതുപോലെ തന്നെ ഒരുപാട് സംഭവങ്ങൾ എനിക്ക് അതിലൂടെ കിട്ടിയിട്ടുണ്ട് ആ ഒരു പോക്കിലൊക്കെ. അവസാനം ഇത് വിൽക്കാൻ സാധിച്ചോ പിന്നീട്? തീർച്ചയായിട്ടും. പിന്നീട് അങ്ങോട്ടുള്ള പ്രൊഡക്റ്റ് ഓരോന്നും ഞങ്ങൾക്ക് പക്ഷേ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ അല്ലായിരുന്നു. നേരെ കൊണ്ടുപോവുക, ക്യാഷ് വാങ്ങുക എന്നുള്ളൊരു സിസ്റ്റത്തിന് പകരം കൊണ്ടുപോവുക, അടുത്ത പ്രോഡക്റ്റ് കൊടുക്കുക. ആ ഒരു ടൈമിൽ ചെറിയൊരു കളക്ഷനായിട്ട് വരും. ആ ഒരു സിസ്റ്റമാണ് എന്നുള്ളത് മാർക്കറ്റിൽ എത്തുമ്പോഴാണ് ശരിക്കും അറിയാൻ പറ്റിയത്. ക്രെഡിറ്റ് കൊടുക്കണം എന്നുള്ളത്. ക്രെഡിറ്റ് എന്തായാലും തീർച്ചയായിട്ടും ക്രെഡിറ്റ് കേരള മാർക്കറ്റിൽ. പിന്നീട് ആ ബ്രാൻഡ് വളർന്നോ, വിജയിച്ചോ, എന്തായിരുന്നു? വിജയിച്ചു പറഞ്ഞാൽ നല്ല രീതിയിൽ വിജയിച്ചു, ചെറിയ രീതിയിലല്ല, നല്ല രീതിയിൽ വിജയിച്ചു. അതിൽ ആ ഒരു പീരീഡിൽ തന്നെ നമുക്ക് നമ്മളെ ബ്രാൻഡ് പെട്ടെന്ന് ക്ലിക്കാവാനുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക്
അതിലൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ലിനൻ അത്യാവശ്യം പ്യുവർ ലിനനൊക്കെ ട്രെൻഡായിരിക്കുന്ന ഒരു സമയമായിരുന്നു അത്. അപ്പോൾ ഈ പ്യുവർ ലിനല്ല തന്നെ 60s എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റുകൾ നമ്മൾ ഡയറക്റ്റ് മില്ലിൻ്റെ കുറച്ച് കോൺടാക്ട്സ് കിട്ടിയിരുന്നു ഒരു എക്സിബിഷന് പോകുമ്പോൾ. അപ്പോൾ ഇവരുടെ അടുത്ത് നിന്ന് ഞാൻ എവിടെ പോയി കഴിഞ്ഞാലും എൻ്റെ കാര്യങ്ങളൊക്കെ പറയും, ഞാൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം എന്നുള്ള ലെവലിൽ. എൻ്റെ ഒരു ഏജൻറ്റ് ദിനേഷ് ഭായ് എന്ന് പറയും, അവരാണ് നമ്മളെ ഫസ്റ്റായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. അവരെന്ത് ചെയ്തു, ഇതേപോലെ ഈ മില്ലിൽ നിന്ന് ഡയറക്റ്റായിട്ട് നമുക്ക് ലിനൻ ഇപ്പോൾ നല്ലൊരു പ്രൈസിൽ തന്നെ, ശരിക്കും ഒരു ക്വാണ്ടിറ്റി എടുക്കുമ്പോഴുള്ള പ്രൈസിൽ തന്നെ എനിക്ക് ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ അവർ സപ്പോർട്ട് ചെയ്തു. പക്ഷെ അത് മാർക്കറ്റിൽ നല്ല രീതിയിൽ നമ്മൾ സിമോക്ക എന്ന് പറയുന്നുള്ള ആ ബ്രാൻഡ് ശരിക്ക് ഞങ്ങൾക്ക് ക്ലിക്കാക്കാൻ പറ്റിയത് അതിലൂടെയാണ്. അത് ലിനനിൽ തന്നെ പാറ്റേൺ വർക്കുകൾ എനിക്ക് കൊണ്ടുവരാൻ പറ്റി. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ലിനനിൽ തന്നെ കോൺസെപ്റ്റ്. നമ്മൾ കേരളം മാത്രമായിരുന്നു ആ സമയത്ത് ഫോക്കസ് ചെയ്തിരുന്നത്. തീർച്ചയായിട്ടും ആ ഒരു ടൈമിൽ വേറെ പുതിയ ആ ഒരു ബ്രാൻഡ് നമ്മൾ ഇതായി വരുമ്പോഴാണ് എക്സ്പോർട്ട് മാർക്കറ്റിൽ നിന്ന് ചെറിയ രീതിയിൽ ഓർഡറുകളൊക്കെ എൻക്വയറി വരാൻ തുടങ്ങി. എക്സ്പോർട്ടിലേക്ക് എൻ്റർ ചെയ്തു. അങ്ങനെ എക്സ്പോർട്ട് മാർക്കറ്റ് നമ്മൾ ജേണി കണ്ടിന്യൂ ചെയ്യുന്ന സമയത്താണ്. എവിടെയാണ് എക്സ്പോർട്ട് ചെയ്തത്? നമ്മൾ ഫസ്റ്റ് GCC കൺട്രി മിഡിൽ ഈസ്റ്റിലേക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ഓർഡർ എനിക്ക് വരുന്നത് റിയാദിൽ നിന്നാണ്, സൗദി റിയാദിൽ നിന്നാണ് ഫസ്റ്റ് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ പാർട്ണറെ ഒരു റിലേറ്റീവിന് വേണ്ടിയിട്ടാണ് ജിമോക്കാറിൻ്റെ ബ്രാൻഡ് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരാണ് ഫസ്റ്റ് ഓർഡർ ഞങ്ങൾക്ക് തന്നത്. ആ സമയത്ത് വേറെ പ്രോഡക്റ്റുകൾ ആഡ് ചെയ്തോ? ഇല്ല, അപ്പം ഞങ്ങൾ ഷർട്ട് മാത്രമേ കണ്ടിന്യൂ ചെയ്തിട്ടുള്ളൂ. പിന്നീട് എന്ത് സംഭവിച്ചു? പിന്നീട് ഈ എക്സ്പോർട്ട് അത്യാവശ്യം നമ്മൾ വിചാരിക്കാത്ത ലെവലിൽ എക്സ്പോർട്ട് ഓർഡർ ഡൊമസ്റ്റിക് എല്ലാം കൂടി ആയി കഴിഞ്ഞപ്പം, അപ്പോൾ തന്നെ എൻ്റെ കോഴ്സൊക്കെ ഏകദേശം കഴിഞ്ഞ്, ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ആ ടൈം നമ്മളെ ലാബിലിറ്റീസൊക്കെ ഏകദേശം ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു, ഒരു റണ്ണിങ്ങിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാർട്ണർ ദുബായിലേക്ക് പോയി, അവിടെ സെറ്റിൽഡായി. ഞാൻ ബാംഗ്ലൂരായി. ഞങ്ങൾ കോഴിക്കോട് കംപ്ലീറ്റ്ലി ഒരു സ്റ്റാഫിനൊക്കെ ഏൽപ്പിച്ച് അവരായിരുന്നു കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു സിസ്റ്റം ഉണ്ടാക്കി കൊടുത്ത് ഇപ്പോൾ ഈ പ്രൊഡക്ഷൻ ഞാൻ കംപ്ലീറ്റ്ലി പ്രൊഡക്ഷൻ, കാരണം എനിക്ക് എന്താ വെച്ചാൽ എക്സ്പോർട്ട് ഓർഡർ ഉണ്ട്, ഡൊമസ്റ്റിക് ഓർഡർ ഉണ്ട്, ഇതെല്ലാം ചെയ്യണം. അപ്പോൾ ഈ കാർഗോയിലും ഇതേപോലെ നമ്മൾ കാർഗോ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സ്റ്റാർട്ട് ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ തേർഡ് പാർട്ടീനെ ഡിപ്പെൻഡ് ചെയ്തിരുന്നത് ഇത്രയും കാലമായിട്ട്. എന്താ വെച്ചാൽ നമ്മൾ മുന്നൊക്കെ ചെയ്യുമ്പോൾ അന്ന് നമുക്ക് ചെറിയൊരു ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നുള്ളൂ. LCL ആയിട്ട് വിടുമ്പോൾ ഇപ്പോൾ തേർഡ് പാർട്ടീനെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്താൽ അത് പ്രൈസ് വർക്കൗട്ട് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ തേർഡ് പാർട്ടീനെ ഡിപ്പെൻഡ് ചെയ്ത് പോകുന്ന ഒരു പീരീഡിൽ തന്നെ പിന്നെ ഞങ്ങൾക്ക് എന്താ വെച്ചാൽ ഞങ്ങൾ കൊടുത്തൊരു കാർഗോയിൽ ഒരു ഇഷ്യൂ ഉണ്ടായിട്ട്, അഥവാ ഞങ്ങളതല്ല, ഇവർ ഒരുപാട് ആൾക്കാർക്ക് കളക്ട് ചെയ്തിട്ട് കൊണ്ടുപോകുന്നൊരു പ്രോസസ്സാണത്. അപ്പോൾ അതിൽ തന്നെ വേറെ ആരതോ എന്തോ ഒരു പിന്നെ ബ്രാൻഡിൻ്റെ മേഡപ്പ് എന്തോ ഉണ്ടായിട്ട് കാർഗോ സ്റ്റക്ക് ആവുന്നൊരവസ്ഥ വന്നു. അപ്പോൾ നല്ല രീതിയിലൊരു കുറച്ച് ഞങ്ങളതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു സീസണിലേക്ക് അത് നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നെക്സ്റ്റ് ഞാൻ എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പോൾ ഫസ്റ്റ് എന്താ വെച്ചാൽ അതൊരു ഓപ്പർച്യൂണിറ്റി ആക്കാൻ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് പണ്ടേ ഉള്ളതാണ്. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഈ ഒരു പ്രശ്നം ഞങ്ങളൊരു ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റി കാർഗോ ബിസിനസ് തന്നെ സ്റ്റാർട്ട് ചെയ്തു. പിന്നീട് എന്ത് സംഭവിച്ചു? നല്ല രീതിയിൽ ആ കാർഗോ നമ്മൾ വിചാരിക്കാത്ത ലെവലിൽ, കാരണം എന്താ വെച്ചാൽ ആൾറെഡി ഇപ്പോൾ ആ തേർഡ് പാർട്ടി ഞങ്ങൾ കൊടുക്കുന്ന ആൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റിൽ വേറെ ആരും കോമ്പറ്റ് ചെയ്യാനില്ല. നല്ല രീതിയിൽ അത് ചെയ്യാൻ പറ്റി ആ ഒരു ടൈമിൽ. ബട്ട് പിന്നീട് അങ്ങോട്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരുന്നില്ല. അത് ഒരു 1 year ഒക്കെ കഴിയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് കോൺസിക്വൻസ് ഒക്കെ വന്നപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ കാരണം എന്താ വെച്ചാൽ ഈ തേർഡ് പാർട്ടിൻ്റെ സാധനം നമ്മൾ എടുത്ത് ചെയ്യുന്നത് നമുക്കൊരു ബുദ്ധിമുട്ട്, കാരണം അതിൻ്റേതായിട്ടുള്ള കുറച്ച് ലീഗൽ ഇഷ്യൂ ഒക്കെ വരുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ നമ്മളത് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മളെ സാധനം മാത്രമായിട്ട് ചെയ്യുന്ന പ്രോസസ്. പക്ഷെ അതിലൂടെ നമുക്ക് UAE തന്നെ അവിടെ നമ്മൾ ഈ കാർഗോ ബിസിനസ്സിൽ കുറച്ച് ലോസൊക്കെ സംഭവിച്ചു. പിന്നെ നല്ല രീതിയിലൊരു ലോസ് വന്നു. അതിൽ നമുക്ക് അതുപോലെ തന്നെ ഈ പാർട്ണർ അവിടെ നിന്ന് മാറിയതിനെ കൊണ്ട് തന്നെ കേരള മാർക്കറ്റിൽ നമ്മളത് എഫക്റ്റ് ചെയ്തു. എന്താ വെച്ചാൽ അവിടെ ഞങ്ങൾ പിന്നെ സെയിലിൽ മാത്രമായിട്ടാണ് അവർ സ്റ്റാഫ് കോൺസെൻട്രേറ്റ് ചെയ്തത്. അവർക്കൊരു ടാർഗറ്റ് കൊടുക്കുക ചെയ്തിരുന്നത്. സെയിൽ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ബട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ എനിക്ക് പ്രൊഡക്ഷനിൽ ചെറിയ റൊട്ടേഷൻ ഇങ്ങനെ ഇഷ്യൂ വരുമ്പോഴാണ് ഞാൻ അതിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ നോക്കുമ്പോൾ ഈ എമൗണ്ട് ഇവർ നല്ല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഏകദേശം ഒരു 59 lakhോളം അപ്പോൾ കേരള മാർക്കറ്റിൽ ഔട്ട്സ്റ്റാൻഡിങ് വരുന്നൊരു സിറ്റുവേഷൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെന്ത് പതുക്കെ പ്രൊഡക്റ്റ് സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് പ്രൊഡക്റ്റ് സ്റ്റോപ്പ് ചെയ്തിട്ട് എമൗണ്ട് വലിക്കാന്നുള്ള ആ ഒരു ചിന്താഗതിയിലാണ് സ്റ്റോപ്പ് ചെയ്തത്. പക്ഷെ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആ പ്രൊഡക്റ്റ് സ്റ്റോപ്പ് ചെയ്തതോടുകൂടി നമുക്ക് കളക്ഷൻ തിരിച്ച് റിട്ടേൺ വരാത്തൊരു സിറ്റുവേഷൻ വന്നു. അത് തീർച്ചയായിട്ടും അത് ഞങ്ങളെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്തു. അപ്പോൾ അത് പതുക്കെ സ്റ്റോപ്പ് ചെയ്തു. പതുക്കെ നമ്മളെന്ത് ചെയ്തു, പ്രൊഡക്റ്റ് സ്റ്റോപ്പ് ചെയ്തിട്ട് എക്സ്പോർട്ട് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. കാർഗോ ബിസിനസ് സ്റ്റോപ്പ് ചെയ്തു. ആ ഒരു പീരീഡിൽ തന്നെയാണ് പാർട്ണർ പിന്നെ അവൻ്റെ ഫാമിലി ബിസിനസ്സിലേക്ക് പോയി. അവൻ്റെ ഉപ്പൊക്കെ ഗോൾഡിൽ. പിന്നീട് അങ്ങോട്ടുള്ള യാത്രയിൽ ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ അതുവരെ ഞങ്ങൾ ഉണ്ടാക്കിയ കുറച്ച് പ്രോപ്പർട്ടികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ സൈലൻ്റ് വന്നു. കാരണം അത്യാവശ്യം ലാബിലിറ്റി കാര്യങ്ങളൊക്കെ കാർഗോ ദുബായിൽ ഞങ്ങൾ റീറ്റെയിൽ അതുപോലെ കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്തു വെച്ചൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കടങ്ങളൊക്കെ വീട്ടാനായി. കടങ്ങളൊക്കെ എന്ത് ചെയ്തു, അതിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ റിട്ടേൺ വാങ്ങിയിട്ട് അതൊക്കെ വീട്ടി
പിന്നെ പ്രോപ്പർട്ടി സെയിൽ ചെയ്യേണ്ടി വന്നു. കുറച്ചുണ്ടായിരുന്ന ബാലൻസ് ചെയ്തിട്ട് വീണ്ടും ഞാൻ ബാംഗ്ലൂരിൽ പോയി. വീണ്ടും ഒന്നേന്ന് പറഞ്ഞു തുടങ്ങി. ഒന്നേന്ന്. പക്ഷേ എനിക്ക് എന്താ വെച്ചാൽ ഈ കാർഗോ ബിസിനസ് ഞങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ അത്യാവശ്യം കോണ്ടാക്ട്സുകൾ ഉണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറി. അപ്പോൾ ഞാൻ വീണ്ടും പിന്നെ ഈ ഒരു FOB ലെവൽ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അഥവാ ഇപ്പം ഞങ്ങൾ സിമോക്ക എന്നുള്ള ബ്രാൻഡിലുപരി ഇപ്പോൾ ഒരു ക്ലയൻറ്റ് വന്നു കഴിഞ്ഞാൽ അവർക്കൊരു ബ്രാൻഡ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. അതിൻ്റെ A to Z കാര്യങ്ങൾ കംപ്ലീറ്റ് നമ്മളാണ് ചെയ്ത് കൊടുക്കുന്നത്. അറിയാമല്ലോ കാര്യങ്ങൾ അറിയാം. അപ്പം ആ ഒരു സംഭവം ഒരു ബൈങ് ഹൗസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഫസ്റ്റ് നമ്മൾ അതാ ചെയ്യുന്നുണ്ടായിരുന്നത്. അത് സ്റ്റാർട്ട് ചെയ്തു. അത് നല്ല രീതിയിൽ എനിക്ക്, കാരണം അത്യാവശ്യം ഫിൽട്ടർ ചെയ്തിട്ടുള്ള കസ്റ്റമേഴ്സിന് മാത്രമായിട്ട് കൊടുത്ത് നല്ല രീതിയിൽ എനിക്കത് വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നെ സഹായിച്ചു. എക്സ്പോർട്ട് മാത്രം? എത്ര രാജ്യം? ഡൊമസ്റ്റിക് സ്റ്റോപ്പ് ചെയ്തിട്ട്. എത്ര രാജ്യങ്ങളിൽ? മിഡിൽ ഈസ്റ്റിൽ 5ഓളം കൺട്രീസിൽ ഇപ്പോൾ നിലവിൽ ചെയ്യുന്നുണ്ട്. ആഫ്രിക്കൻ കൺട്രി ആയിട്ടുള്ള എത്യോപ്യയിലേക്ക് ഇപ്പോൾ നമ്മൾ റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ലാസ്റ്റ് ഇയർ തൊട്ട്. വെരി ഗുഡ്. അപ്പോൾ ഒരു ചെറിയ രീതിയിൽ തുടങ്ങി ഈ കാലയളവിൽ തന്നെ അത് വളർന്നു. തീർച്ചയായിട്ടും. ഫസ്ലം ഒറ്റയ്ക്ക് തന്നെയാണ്? ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കുള്ളൂ. ഓക്കെ. എത്ര എംപ്ലോയീസ് ഉണ്ട്? നമ്മളെ ഇൻഹൗസ് ഫാക്ടറിയിൽ 35 മെമ്പേഴ്സാണ് ഉള്ളത് ഇൻഹൗസ് ഫാക്ടറിയിൽ. ബട്ട് നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്ന 150 എബോവ് ആൾക്കാർക്ക് നമ്മൾ ജോലി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. എത്ര രാജ്യങ്ങൾ എന്നാ പറഞ്ഞ? 5 രാജ്യങ്ങൾ മിഡിൽ ഈസ്റ്റിൽ ഒരു ആഫ്രിക്കൻ കൺട്രിയിൽ. എന്ത് വിറ്റുവരവിലേക്കൊക്കെയാണ് ഇപ്പോൾ പോകുന്നത്? ഒരു നെക്സ്റ്റ് ഇയർ ആകുമ്പോഴേക്കിന് ഒരു 100 CR ചെയ്യണം. വെരി ഗുഡ്. വളർന്നു കഴിഞ്ഞു അത് അല്ലേ? അവിടെയാണ് അടുത്ത ചോദ്യം. നമ്മൾ മിഡിൽ ഈസ്റ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന പല മലയാളിയും കണ്ടിട്ടുണ്ട് ഞാൻ. എത്യോപ്യ അതെങ്ങനെ അവിടെ എത്തി? ശരിക്കും ആഫ്രിക്കൻ കൺട്രി എന്ന് പറയുന്നത്, ഞാൻ ആദ്യം അതിലേക്ക് എത്തിയത് പറയാം. ഞാൻ മിഡിൽ ഈസ്റ്റിലേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഫേസ് ചെയ്ത കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. എന്താ വെച്ചാൽ നമുക്ക് അവിടെ ഗ്രോത്ത് കൂടുന്നതിനനുസരിച്ച് ഇവിടെ ഈ അവിടുത്തെ ഒരു വിൻ്റർ ടൈം ആകുമ്പോൾ അവരൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ടീഷർട്ട്സ്, ഹുഡീസ്, ജാക്കറ്റ്, അതേപോലെ ചൈനയിലുള്ള പർച്ചേസൊക്കെയാണ് കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പീരീഡിൽ തന്നെ എനിക്ക് എൻ്റെ വർക്കേഴ്സിന് കറക്റ്റ് ഒരു ഫീഡിങ് കൊടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ ഇത് എനിക്ക് ഗ്രോത്ത് കൂടുന്നതിനനുസരിച്ച് ഞാൻ ഇവിടെ സ്ട്രഗിൾ ചെയ്യാണ്. ഈ ഒരു 4 മാസം എനിക്ക് വർക്കേഴ്സിന് വർക്ക് കൊടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ, പിന്നെ ഒരു വിനോദ് മിത്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാറുണ്ട്, ഒരു എൻ്റെ മെൻറ്ററായിരുന്നു, ബിസിനസ് കോച്ചാണ്. അപ്പോൾ അവർ ടൈറ്റാൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാമൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ ആൾ ജീവിച്ചിരിപ്പില്ല, ആൾ മരിച്ചിട്ടുണ്ട്, കൊറോണയിൽ മരിച്ചുപോയി. അപ്പോൾ ആ സാറാണ് എനിക്ക് ഈ ഒരു എക്സ്പാൻഷൻ മോഡിനെ കുറിച്ച് അന്ന് എനിക്ക് കറക്റ്റ് പറഞ്ഞു തന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു പ്രോബ്ലം അവരുടെ അടുത്ത് ഡിസ്കസ് ചെയ്യുമ്പോൾ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക അസ്ലമേ, നെക്സ്റ്റ് ഇനി ആ ഒരു ടൈമിൽ നിനക്ക് പ്രൊഡക്ഷൻ ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റുന്ന കൺട്രികൾ ഏതൊക്കെയാണെന്നുള്ള സ്റ്റഡി ചെയ്യും. അതുപോലെ ആഫ്രിക്കൻ കൺട്രീനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിലൊക്കെ എനിക്ക് അവർ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ അങ്കിളാണ് എന്നെ ഫസ്റ്റായിട്ട് ആഫ്രിക്കയിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തു തന്ന ഗഫാർ കുരിക്കൾ. അവരാണ് എനിക്ക് ഫസ്റ്റ് അവിടെ പോകാനും അവിടുത്തെ ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അവിടെ ഒന്നും അറിയില്ല. എത്യോപ്യയിൽ എത്തിപ്പെട്ടു. സാധാരണ നമ്മൾ കേട്ടിട്ടുള്ള എത്യോപ്യ എന്ന് പറഞ്ഞാൽ ഏറ്റവും ദരിദ്ര രാഷ്ട്രമാണ് ആഫ്രിക്കയിൽ എന്നൊക്കെയാണ്. അതെന്താ അറിയുക, ഇവിടുന്ന് ഞാനീ പോകുന്ന കുറച്ച് മുന്നേ വരെ ഞാൻ ഈ എത്യോപ്യ പോയിട്ട് എന്ത് ചെയ്യും, എൻ്റെ ഒരു കോൺസെപ്റ്റും അതായിരുന്നു. ബട്ട് അവിടെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് അവിടുത്തെ ആ രാജ്യത്തിൻ്റെ പൊട്ടൻഷ്യൽ അറിയണമെന്നുണ്ടെങ്കിൽ അവിടെ എത്തേണ്ട വേണം. അത് എത്യോപ്യ എന്നല്ല, ശരിക്കും ഒരുവിധം കുറേ ആഫ്രിക്കൻ കൺട്രീസ് അതുപോലത്തെ ആഫ്രിക്കൻ കൺട്രീസ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടിയ എത്യോപ്യയാണ്. അപ്പോൾ എനിക്ക് എത്യോപ്യനെ കുറിച്ചാണ് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നുള്ളത്. അങ്ങനെ അവിടെ ഞാൻ ഫസ്റ്റ് എൻ്റെ ജേർണി എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ നിന്നുള്ള കുറച്ച് സാമ്പിൾസൊക്കെ കൊണ്ടുപോയി എത്യോപ്യയിലെത്തി. അവിടെ ഇതേപോലെ മാർക്കാത്തോ എന്ന് പറഞ്ഞൊരു മാർക്കറ്റാണ് ശരിക്കും. ആ മാർക്കറ്റ് ബേസ് ചെയ്തിട്ട് അതിന് ചുറ്റപ്പെട്ട ഏകദേശം ഒരു എറിട്രിയ, സൊമാലിലാൻഡ്, ജിബൂട്ടി, ഈ കൺട്രികളൊക്കെ ഏകദേശം ഈ മാർക്കറ്റിനെ ചെറിയ രീതിയിലൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാർക്കറ്റിൽ ഫസ്റ്റ് പോയി. അതും ഫസ്റ്റ് എനിക്ക് ഫസ്റ്റത്തെ പോക്കിന് ചെറിയ രീതിയിലൊക്കെ എൻ്റെ അങ്കിളിൻ്റെ അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത് ഞാൻ പോകുമ്പോൾ പിന്നെ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയാണ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 2 പേരും വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കംപ്ലീറ്റ്ലി മാർക്കറ്റൊക്കെ നടന്ന് സ്റ്റഡി ചെയ്ത്, ഫീസിബിലിറ്റി സ്റ്റഡി, അവർക്ക് എന്തൊക്കെ റിക്വയർമെൻറ്റാണ് വേണ്ടത്, അപ്പോൾ ഞങ്ങൾ കൊണ്ടുപോയ സാമ്പിൾസിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം, ഇതൊക്കെ പഠിച്ചിട്ട് നെക്സ്റ്റ് പോക്കിൽ ഞാൻ അവർക്ക് വേണ്ട പ്രൊഡക്റ്റ് ആയിട്ട് പോയി. അത് ഞാൻ ഇവിടുന്ന് ഹാൻഡ് കെയർ ചെയ്ത് കൊണ്ടുപോയ പ്രൊഡക്റ്റ് വിറ്റിട്ട് പോകുന്നു. കാരണം കാരണം അവർ പറയുന്നത് മാത്രമല്ല, അത് വിറ്റ് പ്രൂവ് ചെയ്തിട്ട് പോരണമെന്നുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് നമുക്ക് അവിടെ നിന്ന് മാർക്കാത്തോൽ ഇപ്പോൾ നിലവിൽ 2 ക്ലയൻറ്റ്സ് നമുക്കുണ്ട്. വെരി ഗുഡ്. അവർ ഈ പറഞ്ഞ ഈ രാജ്യങ്ങളൊക്കെ ജിബൂട്ടി, എറിട്രിയ, അവിടെ നിന്നുള്ള കസ്റ്റമറൊക്കെ അവർക്ക് ഇപ്പോൾ നിലവിൽ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അവിടെ എന്തെങ്കിലും എക്സ്പാൻഷൻ പ്ലാൻ ഉണ്ടോ? തീർച്ചയായിട്ടും. അവിടെ 2027 ആകുമ്പോഴേക്കിന് അവിടെ ഓൺ ഫാക്ടറി റൺ ചെയ്യണം എന്നുള്ളൊരു പ്ലാനിലാണ് ഇപ്പോൾ ഉള്ളത്. എന്താ വെച്ചാൽ അവിടെ നമ്മൾ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് നമുക്ക് അവിടെ ഫാക്ടറി ആയിട്ട് റൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. കാരണം അവിടെ
നമ്മൾ ഈ ഷർട്ടായിട്ട് ഇപ്പോൾ കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. ഒന്ന്, അവിടെ ലക്ഷറി ടാക്സിൽ പെട്ടായിട്ടാണ് റെഡി ഗാർമെൻറ്റ്സുകളൊക്കെ പുറത്തുനിന്ന് അവിടേക്ക് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ. ബട്ട് അവിടെ റോ മെറ്റീരിയൽ ചെറിയ ടാക്സേ വരുന്നുള്ളൂ. റോ മെറ്റീരിയൽ ആയിട്ട് നമുക്ക് ഇവിടുന്ന് ക്ലോത്ത് ആയിട്ട് അവിടേക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അവിടെ ചെറിയ ടാക്സ് ബെനിഫിറ്റ് വരുന്നുണ്ട്. നമുക്കിപ്പോൾ ഈ ലക്ഷറി ടാക്സ് വരുന്നുള്ളൂ. ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് അവിടെ ഒരു ഞങ്ങൾ അച്ചീവ് ചെയ്യേണ്ട ഒരു ക്വാണ്ടിറ്റി ഉണ്ട്. ആ ക്വാണ്ടിറ്റിയിലേക്ക് 2027 ആകുമ്പോഴേക്കും എനിക്ക് ആ ബിസിനസ് എത്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ അവിടെ എന്തായാലും അത് ആ ഫാക്ടറി എന്നുള്ള അതിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ ആൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആൾക്കാർ വളരെ ഫ്രണ്ട്ലി ആണ് അവിടെ. തീർച്ചയായിട്ടും അവിടെ ഡോളർ ഷോർട്ടേജ് ആണല്ലേ? ഡോളർ ഷോർട്ടേജ് ഉള്ള കൺട്രിയാണ് അത്. എത്യോപ്യ അല്ല, പൊതുവേ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ ഈ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ അതൊരു ഓപ്പർച്യൂണിറ്റിയാണ് ശരിക്കും. കാരണം അതുകൊണ്ട് തന്നെ അവിടെ റിക്വയർമെൻറ്റ് കൂടുതലാണ്, അവൈലബിലിറ്റി കുറവാണ്. ഇപ്പോൾ ഈ മാർക്കാത്തോ എന്ന് പറഞ്ഞ മാർക്കറ്റ് ശരിക്ക് ഞാൻ അവിടെ പോകുമ്പോൾ ഒരു ഗാർമെൻറ്റ്സ് ബിസിനസ് നിന്ന് മാറിയിട്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റി. കാരണം നമ്മളൊരു അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിൽ ഒരാൾ അവിടെ പോയാൽ തീർച്ചയായിട്ടും നമുക്ക് കാണുന്നതൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തോന്നും. എല്ലാത്തിനും കൺസ്ട്രക്ഷൻ ഫീൽഡ് ആയിക്കോട്ടെ, സാനിറ്ററി, ഒരു വിധം എല്ലാത്തിനും അവിടെ റിക്വയർമെൻ്റ് ഉള്ളൊരു മാർക്കറ്റാണ്. ഒരു പോസിറ്റീവ് എനർജിയാണ് ആ മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ തന്നെ. അത് നമുക്ക് ശരിക്കും അവിടെ നമ്മളായിട്ട് ഇതേപോലെ പോയി ഇത് ശരിക്കൊന്ന് ഫീൽ ചെയ്ത് കഴിഞ്ഞാലേ നമുക്കത് പറയാൻ കഴിയും. അസ്ലത്തിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് ഇപ്പോൾ? ബാംഗ്ലൂരാണ്. സ്ഥാപനത്തിൻ്റെ പേരെന്താണ്? ആഫ്രോ ഏഷ്യ എക്സ്പോർട്സ് ആണ്. ആഫ്രോ ഏഷ്യ എക്സ്പോർട്സ്. അത് ആഫ്രിക്കയും ഏഷ്യയൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള പേരാണ്. നമ്മൾ ഇവിടെ നിന്നുള്ള പ്രോഡക്റ്റ് അങ്ങോട്ട് കൊണ്ടുപോകാം, അവിടെ നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാന്നുള്ളൊരു ഗ്ലോബൽ കോൺസെപ്റ്റ് തന്നെ. ഗ്ലോബൽ കോൺസെപ്റ്റിൽ ഭാവി പരിപാടികൾ എന്തൊക്കെയാണ്? ഭാവി പരിപാടി ഇപ്പോൾ ഞങ്ങൾ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ ആൾറെഡി ഒരു ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നൊരു പ്രോഗ്രാമാണത്. A to Z കാര്യങ്ങൾ, ബ്രാൻഡ് മുതൽ അവർക്ക് A to Z കാര്യങ്ങൾ, ഒരു പ്രോഡക്റ്റായി വരുന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ അവർ ക്ലോത്ത് സോഴ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുന്ന ഒരു ഇതും ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഒരു ക്ലോത്ത് ബ്രാൻഡുമായി മാർക്കറ്റിലേക്ക് ഇറങ്ങണമെങ്കിൽ അസ്ലത്തിനെ കോൺടാക്ട് ചെയ്താൽ മതി. തീർച്ചയായിട്ടും. അത് വിദേശത്തിരിക്കുന്നവരായിരിക്കാം, നാട്ടിലായിരിക്കാം, എവിടെ ആയിരിക്കാം, എവിടെ ആയിരുന്നാലും നമ്മൾ ചെയ്തു കൊടുക്കും. നാട്ടിലും ചെയ്തു കൊടുക്കാമോ? ചെയ്തു കൊടുക്കും, തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കും. അത് പഠിപ്പിച്ചും കൊടുക്കും എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. തീർച്ചയായും. റൈറ്റ് ഫ്രം പ്രൊഡക്ഷൻ ടു മാർക്കറ്റിംഗ് ഉള്ള കാര്യങ്ങൾ കംപ്ലീറ്റ്ലി നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഞങ്ങളൊരു എക്സ്പീരിയൻസ് ഞങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കും. താങ്കളുടെ വൈഫും ബിസിനസ്സിലുണ്ടോ? വൈഫ് ഇപ്പോൾ റീസെൻ്റ്ലി എൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങളൊരു പുതിയൊരു ഇതിനെ ബേസ് ചെയ്തിട്ട് തന്നെ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരുപാട് ഫാഷൻ ഡിസൈനിങ് ഒക്കെ പഠിക്കുന്ന സ്റ്റുഡൻസ് അവിടെ ഇൻറ്റേൺഷിപ്പിന് വരുന്നുണ്ട് ബാംഗ്ലൂർ. നോർമലി അവരൊക്കെ ഓരോ ഫാക്ടറിയിൽ പോയിട്ട് അവിടുത്തെ ഹെൽപ്പേഴ്സിൻ്റെ വർക്കാണ് അവർ ചെയ്യുന്നത് ഇപ്പോൾ നിലവിൽ. അപ്പോൾ ഞങ്ങൾ ഇതൊരു സൊല്യൂഷൻ എന്നുള്ള ലെവലിൽ അവർക്ക് ഒരു സിലബസ് തന്നെ ഉണ്ടാക്കിയിട്ട് ഇപ്പം ഞങ്ങൾ പ്രാക്ടിക്കലായിട്ട് ഇപ്പോൾ ഓരോ കാര്യങ്ങൾ വാഷിങ്, അതുപോലെ തന്നെ എംബ്രോയ്ഡറി, പ്രിൻറ്റിങ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. എല്ലാം പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കുന്ന ഒരു കോഴ്സ്, ഒരു സിലബസ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ അവൾ അതിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എല്ലാം ഫെസിലിറ്റി നമ്മൾ തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട്. നമ്മളെ ഫാക്ടറിൻ്റെ മേലെ തന്നെ PG കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഇത് അവൾ റൺ ചെയ്യുന്നുണ്ട്. ഇപ്പം റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അസ്ലം, 18 വയസ്സിലാണ് താങ്കൾ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത്. അന്ന് ആദ്യം തന്നെ തിരിച്ചടി കിട്ടി, 10 ലക്ഷം പോയി. പിന്നീട് വീണ്ടും ഇറങ്ങി അതൊന്ന് പച്ച പിടിച്ച് വന്നപ്പോഴേക്കും കടം കൊടുക്കേണ്ടി വന്നു, വീണ്ടും സ്റ്റക്കായി, ലോസ് വന്നു, അസറ്റ് വിൽക്കേണ്ടി വന്നു. പിന്നീടാണ് താങ്കളുടെ കർമ്മമേഖല താങ്കൾ കണ്ടെത്തിയത് എക്സ്പോർട്ട് ബിസിനസ്സിലാണ്. അതിൽ വിജയിച്ചു എന്ന് മാത്രമല്ല, പ്രത്യക്ഷമായും പരോക്ഷമായി ഏകദേശം 200ഓളം പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സംരംഭമായി താങ്കൾ വളർന്നു കഴിഞ്ഞു. വലിയ ആഗ്രഹങ്ങളാണ്, മറ്റാരും ചിന്തിക്കാത്ത എത്യോപ്യ പോലെ ഒരു രാജ്യത്ത് പോയി ഫാക്ടറി തുടങ്ങാൻ പോകുന്നു. അത് എത്യോപ്യയിൽ നമ്മൾ ഫാക്ടറി വേറൊരു ബെനിഫിറ്റും കൂടി ഉണ്ട്. അവിടെ നമ്മളൊരു ഫാക്ടറി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് യൂറോപ്യൻ കൺട്രീസിലേക്ക് ഒരു ടാക്സ് ബെനിഫിറ്റ് വരുന്നുണ്ട്. അവിടെ നിന്ന് ഡ്യൂട്ടി ബെനിഫിറ്റ് കൊടുക്കുന്നുണ്ട്. അത് അവർ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, യൂറോപ്യൻ കൺട്രീസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചില ആഫ്രിക്കൻ കൺട്രീസിന് കൊടുക്കുന്ന ഒരു ബെനിഫിറ്റാണ്. ഇത് നമുക്ക് അവിടെ കിട്ടും. അതുപോലെ തന്നെ അവിടെ ഫാക്ടറി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മാൻ പവർ കൂടുതലാണ്. ഒരു 11,000 to 15,000 ബിർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ വർക്കേഴ്സ് നല്ല രീതിയിൽ അവൈലബിൾ ആണ്. ഇവിടുത്തെ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏകദേശം അവിടുത്തെ എമൗണ്ടിനാണ് വാല്യൂ കൂടുതൽ. 120 സംതിങ് ഇന്ത്യൻ റുപ്പി 120 ആയിട്ടേ വരുന്നുള്ളത് ഇപ്പോൾ നിലവിൽ ബിറിൻ്റെ എമൗണ്ട്. നമ്മൾ അസ്ലത്തിൻ്റെ ഫാക്ടറിയുടെ ബിസിനസ് മോഡൽ എന്താണ്? അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് കാരണം നമ്മളെ ക്ലോത്തിന് അവിടെ ഡിമാൻഡ് ഉള്ളത്. അവരിപ്പോൾ നോർമൽ അവർക്ക് കോട്ടൺ അവൈലബിലിറ്റി കുറവാണ്. അപ്പോൾ ഇവിടുത്തെ ക്ലോത്ത് ഇവിടുന്ന് അവിടേക്ക് എക്സ്പോർട്ട് ചെയ്യുക,
കാരണം അവിടെ റോ മെറ്റീരിയലിന് ടാക്സ് ബെനിഫിറ്റ് ഉണ്ട്. ടാക്സ് ബെനിഫിറ്റ് അല്ല, ടാക്സ് കുറവാണ് താരതമ്യേന നമ്മൾ റെഡി ഗാർമെൻ്റ് ആകുമ്പോൾ നമ്മൾ വേറൊരു ഇഷ്യൂ കൂടി ഫേസ് ചെയ്യുന്നുണ്ട്. എന്താ വെച്ചാൽ ഇത് ശരിക്കും ഇത്തോപ്യയിൽ പോർട്ടില്ല. ജിബൂട്ടി അതേപോലെ സൊമാലിലാൻഡ് ഈ കൺട്രികളിൽ നിന്നാണ് അവിടെ പോയി പിന്നെ ഇവിടെ എത്തുന്നൊരു പീരീഡ് നമുക്ക് അത്യാവശ്യം ലാഗ് വരുന്നുണ്ട്. അപ്പോൾ അതും കൂടി കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ഫാക്ടറി സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇവിടുന്ന് പിന്നെ നമ്മൾ ക്ലോത്ത് ഇവിടുന്ന് നേരെ അവിടേക്ക് എക്സ്പോർട്ട് ചെയ്യുക, എന്നിട്ട് അവിടെ നിന്ന് ഈ ഒരു ക്ലോത്ത് തന്നെ നമ്മൾ അവർ ഇവിടുന്ന് ചെയ്യുന്ന അതേ ഫിനിഷിങ്ങിൽ അവിടെ ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സാണ് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളത്. അതാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ കേട്ടു അസ്ലം എന്ന ഈ യുവാവിൻ്റെ ത്രസിപ്പിക്കുന്ന സംരംഭക കഥ. 18 വയസ്സിലാണ് അദ്ദേഹം ആദ്യ സംരംഭം തുടങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ കടയിലിരുന്നുള്ള എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു സാഹചര്യം വന്നു, അദ്ദേഹത്തിന് പണം വേണം, ഒരു പാസീവ് ഇൻകം വേണം. ആ പാസീവ് ഇൻകം ഉണ്ടാക്കാൻ എങ്ങനെയൊക്കെയാണ് നമ്മളൊരു സംരംഭത്തിൽ എത്തിപ്പെടുക എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. അദ്ദേഹം ഒരു മാർക്കറ്റിലേക്ക് ചെല്ലുന്നു, അവിടെ ഷർട്ട് ഇങ്ങോട്ട് നാട്ടിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിക്കുന്നു. ആദ്യം ഇറങ്ങുന്നു. എല്ലായിടത്തെയും പോലെ അമ്മമാരാണ് ആദ്യം പണമെടുത്ത് കൊടുക്കുക എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഉമ്മയാണ് സ്വർണ്ണമായിട്ടാണ് എടുത്തു കൊടുത്തത്. ആ ഉമ്മയുടെ നന്മ കൊണ്ട് തന്നെ തുടക്കം കുറിച്ചു. അതിന്ന് ഈ സീറ്റിൽ വരെ എത്തിച്ചു എന്നുള്ളതാണ് സത്യം. തിരിച്ചടികൾ നിരവധി ഉണ്ടായിട്ടുണ്ട്. കഠിനാധ്വാനിയാണ് അസ്ലം. അതുകൊണ്ട് തന്നെ ഇന്ന് എക്സ്പോർട്ട് രംഗത്ത് അദ്ദേഹം വലിയ ഒരു മുഖമുദ്ര പതിപ്പിച്ചു കഴിഞ്ഞു. 5 രാജ്യങ്ങൾ പ്ലസ് ഒരു ആഫ്രിക്കയിൽ നമുക്കൊക്കെ ചിന്തിക്കാൻ പോലും ആവില്ല. എത്യോപ്യ എന്നൊരു രാജ്യത്തിൽ ചെല്ലുക, അവിടെ ഒരു ഫാക്ടറി തുടങ്ങുക. ഇത്തരം വിഷൻ, ഇത്തരം വലിയ സ്വപ്നങ്ങളാണ് ഈ സംരംഭകരെ യഥാർത്ഥത്തിൽ വിജയിപ്പിക്കുന്നത്. അസ്ലത്തെ പോലെ നിരവധി സംരംഭകർ നമ്മുടെ നാട്ടിലുണ്ടാവട്ടെ, വലിയ ചിന്തകളുണ്ടാവട്ടെ, ഇൻ്റർനാഷണൽ ഗ്ലോബൽ കമ്പനികളുണ്ടാവട്ടെ എന്ന് ഞാൻ വ്യക്തിപരമായി ആഗ്രഹിക്കുകയാണ്. അസ്ലം വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. താങ്കൾ വളരെ ചെറിയ രീതിയിൽ തുടങ്ങി, തിരിച്ചടികൾ ഉണ്ടാവുമായിരുന്നു, പക്ഷേ അതൊക്കെ തരണം ചെയ്ത് ഇന്നൊരു ഗ്ലോബൽ കമ്പനിയാക്കി കഴിഞ്ഞു. അതിൽ വളർച്ച ഉണ്ടാവുമെന്ന് എനിക്ക് 101% ഉറപ്പാണ്. ഞാൻ എൻ്റെ വ്യക്തിപരമായ പേരിലും എൻ്റെ എല്ലാ പ്രേക്ഷകരുടെ പേരിലും എല്ലാ ആശംസകളും.